ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അനാർക്കലി കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 8 പാനൽ വരുന്ന ഒരു അനാർക്കലി കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു യോക്ക് ഡിസൈനും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അജ്രക് പ്രിൻ്റ് വരുന്ന ഒരു കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യോക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഞാനിവിടെ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ യോക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് യോക്കിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് അടക്കം 15 ഇഞ്ചാണ് വേണ്ടത്. ആ 15 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ മാർക്ക് ചെയ്ത് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ആദ്യം യോക്കിന് വേണ്ടി കട്ട് ചെയ്തു. അതിന് ശേഷം സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് ഇപ്പോഴും തുണി 4ആയിട്ടാണ് മടക്കി കൊടുത്തിട്ടുള്ളത്. സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് ഞാൻ 34 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ലെങ്ത്ത് 34 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ അതാ ഒരു ഭാഗത്തേക്കുള്ള സ്കേർട്ട് പോർഷന് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ ഇതാ ഒരു പീസാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പീസും കൂടെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ കട്ട് ചെയ്ത തുണി ഒന്നും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കറക്റ്റ് അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന തുണിയിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് യോക്കിന് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ള ഈ തുണി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിന് അവിടെ 6.5 ആണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടുന്ന് താഴേക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് 6.5 മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ അളവ് എനിക്കിവിടെ 10 വേണ്ടത്. 10 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടുന്ന് തയ്യൽ തുമ്പ് എനിക്കിതിൽ 1.25 ഇഞ്ചേ തയ്യൽ തുമ്പ് കിട്ടുന്നുള്ളൂ. അതിനവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തുണി 45 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. ഇനി ഇതിനേക്കാളും കൂടുതൽ ചെസ്റ്റ് അളവുള്ളവരാണെങ്കിൽ ഇങ്ങനെ തുണി വിഡ് വൈസിൽ 4ആയിട്ട് മടക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് തുണി എടുത്ത് കൊടുക്കണം കേട്ടോ. ഈ കോർണറിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആം ഹോളൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ബാക്കിൽ ആം ഹോള് കർവ് ചെയ്തെടുത്തു. അതേമാതിരി തന്നെ ഫ്രണ്ടിൽ ആം ഹോളും ഒരു 1/2 ഇഞ്ച് താഴേക്കൊന്ന് ഇറക്കി മാർക്ക് ചെയ്തിട്ട് അതും ഇങ്ങനെ ഒന്ന് കർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റിൻ്റെ അളവ് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 10.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഭാഗത്ത് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് ഞാനിതിൽ കട്ട് ചെയ്യുന്നില്ല. നെക്ക് നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ബാക്കിലെ പീസ് ഇങ്ങനെ മാറ്റി കൊടുത്തതിന് ശേഷം ഫ്രണ്ടിലെ ആം ഹോളും കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിലെ ആം ഹോളും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുണി ഇവിടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഈ തുണീനെ ഒന്നും കൂടെ മടക്കി കൊടുക്കണം. നമ്മൾ 8 പാനലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇപ്പോൾ നമ്മൾ 8ആയിട്ടത് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് യോക്ക് കട്ട് ചെയ്ത് വെച്ച് തുണി എടുക്കാം. അതിൻ്റെ താഴ്ഭാഗത്ത് എത്ര അളവ് വരുന്നതെന്നൊന്ന് നോക്കാം. നമുക്കിതങ്ങനെ അളന്ന് നോക്കുമ്പോൾ 22 ഇഞ്ചാണ്. അതിൻ്റെ താഴ്ഭാഗത്ത് 22 ഇഞ്ചാണ് വരുന്നത്. ഈ 22 ഇഞ്ചിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 22 ഇഞ്ചിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
2.75 നമുക്ക് കിട്ടുക. 2.75 ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 3 ഇഞ്ച് ഞാനിവിടെ മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. 3 ഇഞ്ച് ഇതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതേമാതിരി തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ താഴ്ഭാഗത്തും 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പോയിൻറ്റും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ 2 പോയിൻറ്റും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഫ്രണ്ടിലെ പീസ്. ഇപ്പോൾ ഇതാ ഫ്രണ്ടിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ 4 പീസാണ് നമുക്ക് ഫ്രണ്ടിലെ പോർഷന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് 2, 3, 4 പീസാണ് നമുക്ക് ഫ്രണ്ടിലെ പോർഷന് വേണ്ടിയിട്ട് കിട്ടുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. നമുക്കിതപ്പം ഇങ്ങനെ 4 പീസാണ് ഫ്രണ്ടിലെ പാർട്ടിന് വേണ്ടിയിട്ട്. നമുക്കിത് അങ്ങനെ 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കിലെ പാർട്ടിന് വേണ്ടിയിട്ട് നമുക്കിത് ഇങ്ങനത്തെ 2 പീസാണ് വരിക. ഇങ്ങനെ 2 പീസും പിന്നെ വരുന്നത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനത്തെ 4 പീസാണ് നമുക്ക് കിട്ടുക. 2 പീസ് ഇങ്ങനത്തെ 2 പീസും ഇങ്ങനത്തെ 4 പീസുമാണ് കിട്ടുക. ഈ 4 പീസിനെ നമുക്കങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് നമുക്കിത് ബാക്ക് പാർട്ടിലേക്ക് എടുക്കാം. അതേമാതിരി തന്നെ ഇതും നല്ല വശം ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അത് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തുണിയുടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീതി കണക്കാക്കി മടക്കി കൊടുത്തിട്ടുള്ളതാണിത്. ഇതിൻ്റെ വീതി എടുത്തു കൊടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണ്. സ്ലീവിൻ്റെ വീതി 9 ഇഞ്ചാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ ലെങ്ത്ത് 17 ഇഞ്ചാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തു കൊടുക്കുന്നത് 17 ഇഞ്ച് ലെങ്ത്ത് എടുത്തു കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് 7.5 ഇഞ്ചാണ് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2 പോയിൻറ്റും ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സ്ലീവ് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. ഇപ്പോൾ സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ടിലെ സ്ലീവ് ഒന്ന് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് താഴേക്കൊന്നിങ്ങനെ ഇറക്കി മാർക്ക് ചെയ്തിട്ട് അതും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്.
നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ഒരു 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 13 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേമാതിരി ഈ ഭാഗത്തും 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ നെക്ക് എടുത്ത് കൊടുക്കുന്നത് എത്രയാണോ അത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാൻ ഞാനിവിടെ 5.5 ഇഞ്ച് നെക്കിനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബോക്സ് മാതിരി ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ബോക്സ് മാതിരി വരച്ചു കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഈ നെക്കിൻ്റെ ഈ ഭാഗം ഇവിടെ ഞാൻ നെക്ക് സ്ക്വയറായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നെക്കിന് നിങ്ങൾക്ക് എന്ത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് ഇവിടെ വരച്ചു കൊടുക്കുക. ഞാനിവിടെ സ്ക്വയറായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഞാൻ ഈ ബോക്സിൻ്റെ പുറത്തേക്ക് കുറച്ച് ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ എന്ത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിനനുസരിച്ച് ഇത് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനൊരു ഷേപ്പിലാണ് അത് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അതിന് ചുറ്റും ഒരു 1/2 ഇഞ്ച് ക്യാൻവാസ് 1/2 ഇഞ്ച് പുറത്തേക്ക് കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ക്യാൻവാസിൻ്റെ അപ്പുറത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്നിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. എല്ലാ പോയിൻറ്റും ഒന്നിങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് ക്യാൻവാസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ നെക്കിനെ മാർക്ക് ചെയ്ത ഈ പോർഷനും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ക്യാൻവാസ് തുണീൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ വെച്ച് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. നെക്കിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം അതൊന്ന് വെച്ച് കൊടുക്കാൻ. നമ്മൾ 6 ഇഞ്ചാണ് നെക്കിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇതൊന്നിങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ അത് ആ ക്യാൻവാസ് തുണിയിൽ വെച്ചിങ്ങനെ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഒരു 1/4 ഇഞ്ച് തുണി വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ വിട്ടുകൊടുത്ത ഈ തുണീനെ ക്യാൻവാസിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതായത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസിന് ചുറ്റും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് യോക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ കറക്റ്റായിട്ട് വരുന്ന മാതിരി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അത് നമ്മൾ നെക്ക് ക്യാൻവാസ് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റും ചെറിയ കട്ടുകൾ കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യാൻവാസിനെ ഒന്നിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അത് ആ ക്യാൻവാസിനെ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാൻവാസിന് അങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് നെക്കിൻ്റെ ഈ ഭാഗത്ത് അളവ് വെച്ചിട്ട് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്യാൻവാസിൻ്റെ ഈ ഭാഗത്ത് ഈ പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ അത് വേറെ കളറിലൊരു തുണി എടുത്തിട്ടുണ്ട്. ഇതിന് മാച്ച് ആവണ മാതിരി ഒരു കളർ തുണി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ രണ്ടായിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത്. കട്ടി കുറവുള്ള തുണി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഇതൊന്നിങ്ങനെ വെച്ചിട്ട് ഒരു 2 ഇഞ്ച്
തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 1.5-2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് 2 പീസായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ഫോൾഡിങ് സൈഡാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് വെച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പിന്നെ ആ ഭാഗത്ത് യോക്കിൻ്റെ ആ ഭാഗത്ത് കുറച്ചും കൂടെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ക്യാൻവാസ് വെച്ച് കൊടുത്താൽ മതി. അല്ല തുണി തന്നെ കട്ടിയുള്ള തുണിയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇവിടുന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ സൈഡ് വേണമെങ്കിൽ ഒന്ന് നൂല് കറക്കുന്ന തുണിയാണെങ്കിൽ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇനി ഫ്രണ്ടിലെ യോക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് നമ്മളിവിടെ 5.5 ഇഞ്ചായിരുന്നു നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 5.5 ഇഞ്ച് 2 സൈഡിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 5.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഈ നമ്മളെ ഈ മാർക്ക് ചെയ്ത ഈ സൈഡിൽ വരുന്ന മാതിരി വെച്ചിട്ട് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അതൊന്നിങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അതിൻ്റെ ചുറ്റും ഒന്ന് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതവിടെ നിന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതൊന്നിങ്ങനെ ഫുള്ളായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലേസ് വെച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കിലെ നെക്കിൽ ക്യാൻവാസ് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ക്യാൻവാസിൽ നമ്മൾ ഫ്രണ്ടിലെ നെക്ക് മാർക്ക് ചെയ്തപ്പോൾ 3 ഇഞ്ചാണ് കൊടുത്തത്. ഇത് ക്യാൻവാസ് ഇല്ലാതെ നമ്മൾ ക്രോസ് പീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4 ഇഞ്ച് കുറവായിട്ട് 2.25 ഇഞ്ചാണ് ഞാനിവിടെ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴേക്ക് ലെങ്ത്ത് കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ നെക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അപ്പോൾ അതവിടെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഈ ക്രോസ് പീസ് ഒന്നിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് ബാക്കിലെ നെക്ക് ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചു കൊടുക്കണം. അതിൻ്റെ മുമ്പായിട്ട് നമുക്കൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. ഈ ക്രോസ് പീസ് വെച്ചതിൻ്റെ ഇപ്പുറത്തേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഈ ക്രോസ് പീസിനെ ഇങ്ങോട്ട് വെച്ചിട്ട് ഷോൾഡർ ഒന്നിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടതിൻ്റെ ശേഷം ബാക്കിലെ നെക്കിൽ വെച്ച് കൊടുത്തിട്ടുള്ള ക്രോസ് പീസ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് ബാക്കിലെ നെക്കും ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിൻ്റെ താഴെ ഒരു 3 ഇഞ്ചിൽ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവിൻ്റെ താഴെ ഇങ്ങനെ ഒന്ന് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിത് ഓരോ പാനലും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം. നല്ല വശം ചേർത്ത് വയ്ക്കുക.
അതിനുശേഷം ഈ പാനിൽ ഓരോന്നും ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ പാനിലും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതങ്ങനെ പാനലെല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 4 പാനിലും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം അതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇതങ്ങനെയൊന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് താഴെ ഒന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് ഒന്ന് കയറ്റിയിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്കിതൊന്ന് യോക്കുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം അതൊന്നിങ്ങനെ ഇതിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് വരുന്ന മാതിരി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ യോക്കും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ അങ്ങനെ റെഡ് കളറിൽ തന്നെ 2 ഇഞ്ചിൽ 3 ഇഞ്ചിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വീതിയിൽ തുണി കട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ബോർഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ അനാർക്കലി കുർത്തി റെഡി ആയിട്ടുണ്ട്. 8 പാനലിലാണ് ഞാൻ ഈ കുർത്തി ചെയ്തിട്ടുള്ളത്. അതേമാതിരി തന്നെ ഇതിലൊരു യോക്ക് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് എനാബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.